ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഷൈജു മനസ്സിൽ കാണുന്ന കെണി എന്ത്? ഉണ്ടുറങ്ങി സമരക്കാർ എന്ന് ഷൈജു ആക്ഷേപിക്കുന്ന സത്യവിശ്വാസികള് കെണിയിൽ വീണോ? ഹൈക്കോടതി ഒരു മധ്യസ്ഥനെ വെക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അതൊരു കെണിയായിരുന്നു, ഈ ഷൈജുവും കൂട്ടരും ഒരുക്കിയ കെണിയായിരുന്നു എന്നും അതിൽ നമ്മൾ വീണുപോയി എന്നും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയാണോ? മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടുള്ളവൻ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ. നമ്മുടെ വക്കീലന്മാർ തന്ത്രപൂർവ്വം ഒരുക്കിയിരിക്കുന്ന കെണിയിൽ സിനഡോളികള് വീണു. അപ്പൊ എന്താണ് നമ്മുടെ വക്കീലന്മാര് തന്ത്രപൂർവ്വം ഒരുക്കിയ കെണി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആ തന്ത്രം എന്താണ്? ആ കെണി എന്താണ്? ആ കുതന്ത്രം എന്താണ്? ഇത് മധ്യസ്ഥതയാണല്ലോ, മധ്യസ്ഥൻ. അപ്പോ രണ്ടു കൂട്ടരുടെയും കേൾക്കുകയും രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുകയും വേണം എന്നായിരിക്കും ഒരു മധ്യസ്ഥതയുടെ ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു നിലപാട്. അതിനാൽ ഈ ഷൈജും കൂട്ടരും കാണുന്ന ഒരു 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 സൂത്രം, കുതന്ത്രം ഇതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റ് പള്ളികളിലൊക്കെ ചെയ്തതുപോലെ വൈകിട്ട് 3:30 വേണമെങ്കിൽ ഒരു സിനഡോളികളുടെ ഏകീകൃത കുർബാന, അങ്ങനെ കുറച്ച് പേർക്ക് വന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഷെഡ്യൂൾഡ് സമയത്തെ കുർബാനകളെല്ലാം ഏകം സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് കുർബാനയെ പറ്റൂ. ഇത് ഘട്ടം ഘട്ടമായുള്ള, അതായത് അടുത്ത 10-20 വത്സരത്തേക്കുള്ള സംവിധാനമാണ്. സമാധാനം ഉണ്ടാകാൻ ഇത് ആവശ്യമാണ്. ഇതാണ് ഈ ഷൈജും കൂട്ടരും പറയുന്ന കെണി. ഈ കെണി വിലപ്പോകുമോ? നീതിയുള്ള ന്യായാധിപനാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആ ന്യായാധിപന്റെ മുമ്പിൽ വിലപ്പോകാൻ സാധ്യതയില്ല എന്ന് ഞാൻ നിരീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, മാർപ്പാപ്പയുടെ കൽപ്പനയുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ സമവായ സംവിധാനം. അതിനാൽ തന്നെ മാർപ്പാപ്പയ്ക്കെതിരായ കുറ്റകൃത്യമാണ്, ശീഷ്മയാണ്, സഭയുടെ നിയമങ്ങളുടെ ലംഘനമാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ വെല്ലുവിളിക്കുന്ന, ധിക്കരിക്കുന്ന, അങ്ങനെ ധിക്കരിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കാൻ ആ പരമാധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മെത്രാപ്പോലിത്തയ്ക്ക് കഴിയുമോ? കഴിയില്ല. അതിനാൽ ആ മെത്രാപ്പോലിത്തയെ വിമതനായി, ശീഷ്മക്കാരനായി പ്രഖ്യാപിക്കണം. 2, തെറ്റായി തട്ടിക്കൂട്ടിയ ഈ സമവായ സർക്കുലറിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ 6:30-ക്കും 10:30-ക്കും ഇടയിൽ ഒരു ഏകീകൃത കുർബാന, ഷെഡ്യൂൾ സമയത്ത് കുർബാന ചൊല്ലണമെന്നാണ്. ഈ ഷൈജുവിന്റെ അലിഖിത തീട്ടൂരമാണ് 3:30 കുർബാന. അതിന് നിയമത്തിന്റെ പിൻബലമില്ല, സമവായത്തിന്റെ പിൻബലം പോലുമില്ല. അത് സമാധാനം സൃഷ്ടിച്ചിട്ടില്ല. അത് സമാധാന മതക്കാരെന്ന് വീമ്പിളക്കുന്നവർക്ക് ഷൈജു കൊടുത്ത ഉറപ്പ് പാലിക്കലാണ്. അതാണ് യുദ്ധ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത് സീറോ മലബാർ സഭയിൽ. 3, ഘട്ടം ഘട്ടമായി എന്ന വാദഗതിയും നിലനിൽക്കില്ല. കാരണം ഏകീകൃത കുർബാന തടസ്സമില്ലാതെ നടന്നിരുന്ന സ്ഥലങ്ങളിൽ പോലും അത് നിർത്തലാക്കി. അതിനാൽ ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന പരാതിക്കാരന്റെ ആ വാദഗതി ഉദ്ദേശശുദ്ധിയുള്ളതല്ല എന്ന് കോടതിക്ക് വ്യക്തമാകും. മാത്രമല്ല, ഏകീകൃത കുർബാന ചൊല്ലുന്ന വൈദികനെ ബസലിക്കയിൽ നിന്ന് മാറ്റി സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവനെ വികാരിയായിട്ട് നിയമിച്ചു, തെറ്റായി കീഴ്വഴക്കം സൃഷ്ടിച്ചു. ഇതൊക്കെ ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ വലിയ വാദഗതികളല്ലേ? ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന ചൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളികളെ നിർത്തലാക്കുക, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറുള്ള വികാരിച്ചനെ മാറ്റുക. എന്നിട്ട് എന്ത് ഉദ്ദേശശുദ്ധിയുണ്ട് ഈ പരാതിക്കാരന്? അദ്ദേഹത്തിന്റെ ചെയ്തികൾ അദ്ദേഹത്തിന് എതിരാകും. വേറെയുണ്ട് കാര്യങ്ങൾ. ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന കൈക്കാരന്മാരെ, ബസലിക്ക കൈക്കാരന്മാരെ മാറ്റി ഏകീകൃത കുർബാനയ്ക്ക് എതിരെ നിൽക്കുന്ന സഭാവിരുദ്ധരായ ആളുകൾ അവിടെ നിയമിച്ചു. അത് എന്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? 5, ഏകീകൃത കുർബാന നടപ്പാക്കാമെന്ന് സ്ഥിരം സിനഡിന് ഉറപ്പ് കൊടുത്തതിന്റെ പേരില് നിയമിക്കപ്പെട്ട കൂരിയായെ
ആ ഏകീകൃത കുർബാന തങ്ങൾ വാക്ക് കൊടുത്ത കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ആ കൂരിയായി അങ്ങ് മാറ്റുമെന്ന് ഈ അക്രമം ചെയ്തവർക്ക് ഈ അതിരൂപത മെത്രാസന മന്ദിരം അതിക്രമിച്ച് കയറിയവർക്ക് എഴുതി കൊടുത്തു. അതെല്ലാം ദുരുദ്ദേശത്തോടെയല്ലേ? മാത്രമല്ല, പെർമനന്റ് സിനഡ് അംഗീകരിച്ച് നിയമിച്ച കൂരിയ ക്രിമിനൽ കൂരിയാണെന്ന് നാഴിക്ക് 40 പ്രാവശ്യം വിളിച്ചു പറഞ്ഞവരെ, പ്രചരിപ്പിച്ചവരെ തിരുത്താനോ വാണിംഗ് കൊടുക്കാനോ അല്ലെങ്കിൽ നിർത്തണമെന്ന് പറയാനോ ഈ പരാതിക്കാരൻ എന്ന് പറയുന്ന വികാരി മെത്രാപ്പോലീത്ത മെനക്കെട്ടിട്ടില്ല. അപ്പൊ എന്ത് ഉദ്ദേശിച്ചുദ്ധിയുണ്ട്? ഇനി ഘട്ടം എന്നുള്ള ആശയം അംഗീകരിച്ചെന്ന് വിചാരിക്കുക, അതായത് നമുക്കൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചു വിചാരിക്കുക. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഒരു ഘട്ടം കഴിഞ്ഞല്ലോ, ഇപ്പൊ എത്ര കൊല്ലായി? ഇപ്പോ ഈ സമവായ സർക്കിൾ ഉണ്ടാക്കിയിട്ട് തന്നെ ഒരു കൊല്ലാകാൻ പോകുന്നു. അതിനു മുമ്പ് 2021 നടപ്പാക്കിയേ. അപ്പോൾ രണ്ടാം ഘട്ടം നടപ്പാക്കാനുള്ള സമയമായില്ലേ? അതുകൊണ്ട് ഷെഡ്യൂൾഡ് സമയത്ത് സഭയുടെ കുർബാന ഈ വിമതർ എന്ന് പറഞ്ഞാല് ഈ ഷൈജുവിന്റെ കൂട്ടത്തിലുള്ളവര്, അതായത് വികാരി മെത്രാപ്പോലിത്തയുടെ കൂടെയുള്ള ഈ ഷൈജുവിന്റെ കൂടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് CBCയുടെ പ്രസിഡന്റായിരുന്ന ആള് തന്നെ ആരോപിച്ചിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ ഒരു 6 മാസത്തേക്ക് 3:30 ഒരു ഇല്ലിസിറ്റ് കുർബാന ചൊല്ലിക്കൊടുക്കണമെങ്കിൽ, അത് ഇല്ലിസിറ്റ് ആണ്, ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ പോലും ഇനിയിപ്പോ ഒരു മധ്യസ്ഥതാര പേരും പറഞ്ഞാണെങ്കിൽ ചെയ്തു കൊടുക്കാം. ഘട്ടമാവുമ്പോ ഏകീകൃത കുർബാനയല്ലേ ഘട്ടമായി നടപ്പാക്കേണ്ടത്. അപ്പൊ അതിന് സമയമായി. ഇതൊരു വാദഗതിക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ആർഗ്യുമെന്റ് എന്താണ്? ഡിസ്പെൻസേഷൻ കൊടുക്കാൻ വികാരി മെത്രാപ്പൊലീത്തയ്ക്ക് അധികാരമുണ്ട് കാനൻ നിയമത്തില്. ആ വാദം നിലനിൽക്കില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കരിയിൽ പിതാവിന് കൊടുത്ത കത്തിനകത്തുണ്ട്. ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് പൊതു നിയമമല്ല, പൊതു നിയമത്തിൽ നിന്നുള്ള ഒഴികഴിവാണ്. അത് ചില ആളുകൾക്ക് ചില സമയത്തേക്ക് കൊടുക്കുന്നതാണ്. ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് എല്ലാ കാലത്തേക്കുമായി കൊടുക്കുന്നത് ഡിസ്പെൻസേഷൻ എന്നുള്ള വകുപ്പിൽ പെടില്ല. അതിന് വികാരി മെത്രാപ്പൊലീത്തയ്ക്കോ ഒരു മെത്രാനോ അധികാരവും ഇല്ല. അങ്ങനെ കൊടുത്തതിന്റെ പേരിലാണ് കരിയിൽ പിതാവിനെ രാജിവെപ്പിച്ചത്. അതേ കാരണങ്ങൾ ഇപ്പൊ നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ വികാരി മെത്രാപ്പൊലീത്തയെ രാജിവെപ്പിക്കാൻ കരിയിൽ പിതാവ് ചെയ്തത് ഇല്ലേ? ഡിസ്പെൻസേഷൻ മൊത്തം കൊടുത്തു. അതുപോലെ തന്നെയല്ലേ ഈ സമവായം എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന സംഗതി. അതുകൊണ്ടാണ് കരിയിൽ പിതാവിനെ പുറത്താക്കിയത്. അതേ കാരണങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളാണ് എറണാകുളത്ത് നിലനിൽക്കുന്നത് ഇപ്പോൾ. വേറൊരു കാര്യം, 8ാമത്തെ കാര്യം, ഈ കോടതി വിധികളെ, അതായത് സിവിൽ കോടതികളെയും ഹൈക്കോടതി സകല കോടതി വിധികളെയും നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ദുശീലമുണ്ട് പരാതിക്കാരനും കൂടെയുള്ളവർക്കും. അത് പലയിടത്തും തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട്. പല പള്ളികളിലും തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതായത് രാജ്യത്തെ നിയമവ്യവസ്ഥയെയും നിർദ്ദേശങ്ങളെയും ഉത്തരവുകളെയും കാറ്റിൽ പറത്തി നിയമവ്യവസ്ഥയെ മൊത്തം വെല്ലുവിളിക്കുന്ന അരാജകത്വത്തിന്റെ ആളുകളാണ് ഈ പരാതിക്കാരനും കൂടെയുള്ളവരും. അപ്പൊ അവർക്കൊരു ദുശീലമുണ്ട്. രാജ്യത്തെ നിയമവ്യവസ്ഥയെയും കത്തോലിക്ക സഭയുടെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുക, ലംഘിക്കുക. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. പിന്നെ ഇതിനെയൊക്കെ ബലപ്പെടുത്തുന്ന ഒരു തെളിവുണ്ട്. സഭാ കോടതി, അതായത് സ്പെഷ്യൽ ട്രിബ്യൂണല്, ആ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിധി തനിക്കെതിരായപ്പോൾ ആ സഭാ കോടതിയെ തന്നെ നിർവീര്യമാക്കി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് പരാതിക്കാരൻ. അദ്ദേഹത്തെ കുറിച്ചുള്ള വലിയ പരാതിയാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ ജഡ്ജ്മെന്റ് ആണ്. അതൊരു ജഡ്ജ്മെന്റ് ആണ്. അത് ഈ മധ്യസ്ഥനായ നീതിയുള്ള ന്യായാധിപന് മുമ്പിൽ വരും. അതായത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മാത്രമല്ല, സഭയുടെ നിയമവ്യവസ്ഥയെയും അതിന്റെ കോടതികളെയും ലംഘിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം, ഒരു കുറ്റവാളിയുടെ ഒരു മനസ്സുള്ള ഒരാളാണ്. അപ്പൊ അത് കോടതി പരിഗണിക്കില്ലേ? 10, മാർപ്പാപ്പയെ അനുസരിക്കുന്നവരെ തെണ്ടികള്, തെമ്മാടികള്, ഗുണ്ടകള് എന്ന് മുദ്ര കുത്തുകയും അവർക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന പരാതിക്കാരൻ സ്ഥിരമായി മാർപ്പാപ്പയെ ധിക്കരിക്കുകയും മാർപ്പാപ്പയെ അധിക്ഷേപിക്കുകയും സമൂഹ മാധ്യമങ്ങളൊക്കെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ ചേർത്ത് പിടിക്കുന്നു. അവരിൽ ഒരാള് മതതീവ്രവാദികളുമായി ബന്ധം പുലർത്തുന്നുവെന്ന ധ്വനി
മറ്റൊരു മെത്രാപ്പോലീത്ത പരസ്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പരാതിക്കാരൻ കത്തോലിക്കൻ തന്നെയാണോ എന്ന സംശയം കോടതിയുടെ മുമ്പിൽ വരും. കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, ക്രിസ്തു നിയമിച്ച വികാരിയായ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പി അംഗീകരിക്കുന്നവൻ എന്നുകൂടിയാണ്. ഈ മാർപ്പാപ്പിയെ സ്ഥിരമായിട്ട് ധിക്കരിക്കുക, സ്ഥിരമായി ധിക്കരിക്കുക മാത്രമല്ല, മാർപ്പാപ്പിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. മാർപ്പാപ്പിക്ക് തെറ്റുപറ്റി, മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ. അങ്ങനെയുള്ളവർ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു വികാരി മെത്രാപ്പോലീത്ത കത്തോലിക്കനാണോ എന്ന സംശയം വരില്ലേ? തലശ്ശേരിയിൽ 14 പോലീസുകാർ പുറപ്പെട്ടപ്പോ തന്നെ ഈ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്ന് പറയുന്ന ആ മൂവ്മെന്റ് ചിലർക്ക് കണ്ടോളൻസ്, അനുശോചനം എന്ന സന്ദേശം അയച്ചു പരാതിക്കാരൻ. അനുശോചനം, നമ്മൾ ആളുകൾ മരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സന്ദേശം അയക്കുക. അപ്പോൾ ഈ പോലീസ് വന്നത് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആളുകളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ വേണ്ടിയാണോ? അവർ വരുന്നതിന് അവിടുന്ന് പോലീസ് പുറപ്പെട്ടപ്പോഴേ ഈ കണ്ടോളൻസ്, അനുശോചനമെന്ന് ഒരു സന്ദേശം അയച്ചത്. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഇല്ലേ എന്താണ് കൊലച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതികൾ, പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്കല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. മാർപ്പാപ്പയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് ഈ കണ്ടോളൻസ് അയച്ചെന്ന് ഓർക്കണം. ഇതെല്ലാം ഒന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കിയേ. ഇതേ ക്രിമിനൽ മനസ്സുള്ളത് കൊണ്ടല്ലേ തോട്ടുപുറം അച്ഛനെ ആക്രമിച്ചവരെ ചേർത്ത് പിടിക്കുന്നത്, അരമൻ ആക്രമിച്ചവരെ ചേർത്ത് പിടിക്കുന്നത്, ഈ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നവരെ ചേർത്ത് പിടിക്കുന്നത്, രാജ്യത്തെ നിയമങ്ങൾ അങ്ങേറ്റം ബഹുമാനത്തോടെ അനുസരിക്കുന്ന സീറോ മലബാർ സഭയെ മൊത്തത്തിൽ ഈ രാജ്യത്തിന് മുമ്പിൽ പരിഹാസപാത്രമാക്കുന്നതില് ഈ നടപടികൾ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരാ. അതിന് വിപരീതമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. മാർപ്പാപ്പി അനുസരിക്കുന്നവര്, അതുപോലെ സഭയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവർ, അതിൽ പേര് കേട്ടവരാണ് സീറോ മലബാറുകാര്. എന്നിട്ട് ആ സീറോ മലബാർ സഭയെ ലോകത്തിന്റെ മുമ്പിൽ, സാർവത്രിക സഭയുടെ മുമ്പിലും ലോകത്തിന് മുമ്പിലും രാജ്യത്തിന് മുമ്പിലും നിയമലംഘകരായി ചിത്രീകരിക്കുന്ന ഈ നടപടികള് ഒരു മെത്രാപ്പോലിത്ത മൂലമുണ്ടാകുന്നത് ശരിയാണോ? ഇതൊക്കെ നീതിയുള്ള ന്യായാധിപൻ പരിശോധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ ഈ മധ്യസ്ഥതയിൽ വരുമ്പോൾ ഘട്ടം ഘട്ടം എന്നുള്ള ഒരു വാദഗതിയോ ഈ കുതന്ത്രം ഉണ്ടല്ലോ, അതായത് 3:30 മാത്രം ഏകീകൃത കുർബാന ചൊല്ലിച്ചിട്ടുണ്ടാക്കുന്ന ഒരു മധ്യസ്ഥത എന്ന് പറയുന്ന ആ കുതന്ത്രം, അതൊന്നും നടക്കില്ല. കാരണം ഉദ്ദേശശുദ്ധിയോടുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗൂഢമായ കുതന്ത്രങ്ങളാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. നഗ്നമായ നിയമലംഘനങ്ങളാണ്, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെയും സഭയുടെ നിയമവ്യവസ്ഥ ലംഘനങ്ങളാണ്. കോടതികളെ ധിക്കരിക്കുക, കോടതി അലക്ഷ്യം ചെയ്യുക, തങ്ങൾക്ക് കോടതി വിധി എതിരാക്കുമ്പോൾ കോടതി തന്നെ പിരിച്ചുവിടുക, ഇത് ഏകഛത്രാധിപതികൾ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് സീറോ മലബാർ സഭയെ മൊത്തത്തിൽ ശീഷ്മയിൽപ്പെടുത്തി കത്തോലിക്ക സഭയിൽ നിന്ന് വിഭജിക്കാനുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കം പിടിക്കുന്ന ആളെ വെച്ചുകൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്ന് നമ്മൾ വാദിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. പിന്നെ ഇതിനൊക്കെ പുറമെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് ഈശോ മിശിഹായുടെ വിശ്വാസം, ആ ഈശോ മിശിഹ സഭ സ്ഥാപിച്ചു, തോമസിലേക്ക് നമുക്ക് ആ വിശ്വാസം പകർന്നു തന്നു. ആ വിശ്വാസ പൈതൃകത്തെ ചവിട്ടിക്കുട്ടി വികൃതമാക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികളാണ് ഇപ്പോ ഈ തലപ്പത്തിരിക്കുന്നത്. അത് നമ്മൾ വകവെച്ച് കൊടുക്കില്ല. അവരാരുമല്ല നമുക്ക് വിശ്വാസം തന്നത്, അവരുടെ വികൃതമായ വിശ്വാസമല്ല സഭയുടെ വിശ്വാസം. അതുകൊണ്ട് സഭയുടെ തനത് പൈതൃകവും വിശ്വാസവും സംരക്ഷിക്കാൻ രക്തസാക്ഷികളായി മരിച്ചവര്, പാഷാണ്ഡതകൾക്കെതിരെ പ്രവർത്തിച്ചവര്, അങ്ങനെയുള്ള സഭാപിതാക്കന്മാര്, അപ്പോ കർത്താവീശോ മിശിഹ, സ്ലീഹന്മാര്, സഭാപിതാക്കന്മാര്, രക്തസാക്ഷികളെ, വിചിന്തര്, ഇവര് പകർന്നു തന്ന വിശ്വാസത്തിന്റെ ആ തനത് രൂപം, വിശ്വാസ പൈതൃകം, അത് നമ്മൾ സംരക്ഷിക്കും. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കില്ല, അവരാരാണെങ്കിലും. അപ്പോൾ നമ്മുടെ വശത്താണ് സത്യമുള്ളത്, നമ്മുടെ വശത്താണ് സത്യവിശ്വാസമുള്ളത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഈ ബസിലിക്കയില്
നമ്മൾ വിജയിച്ച് അവിടുന്ന് ഇറങ്ങുന്നത്. അത് കർത്താവിന്റെ പണിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ത്യാഗം, നമ്മുടെ നോമ്പ്, നമ്മുടെ ചാക്കുടിക്കല്, നമ്മുടെ പരിഹാരജാഥ, ഇതെല്ലാം ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്. അവർക്കെല്ലാം കർത്താവിന്റെ കൃപ സമൃദ്ധമായിട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ തന്നെ വാക്ക് തരികയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.